നമസ്കാരം, ഞാൻ ഡോക്ടർ യൂസുഫ് കുംബ്ലെ, കാർഡിയോളജിസ്റ്റ്, ഇന്ത്യൻ ഹോസ്പിറ്റൽ, മാംഗ്ലൂർ. ഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാൾവാണ് അയോട്ടിക് വാൾവ്. ഈ അയോട്ടിക് വാൾവ് വയസ്സാകുന്നതും ചില ആൾക്കാർക്ക് അതിൻ്റെ ഡീജനറേഷൻ സംഭവിക്കുകയും അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്ന അസുഖം, ആ വാൾവ് വളരെ ചുരുങ്ങി വരികയും ചെയ്യും. അതിൻ്റെ പേരാണ് അയോട്ടിക് സ്റ്റീനോസിസ്. ഒരുപാട് കാലമായിട്ടില്ല, ഒരു 5-6 വർഷമായി ഇതിന് ടാവർ എന്ന ട്രീറ്റ്മെൻറ്റിലൂടെ, അതായത് ഓപ്പറേഷൻ ഇല്ലാതെ ഹാർട്ടിലെ അയോട്ടിക് വാൾവ് മാറ്റിവെക്കുന്നതിനെയാണ് ടാവി അഥവാ ടാവർ എന്ന് പറയും, TAVR. ഇത് ഇന്ത്യാന ഹോസ്പിറ്റൽ ആണ് മംഗലാപുരം ഭാഗത്ത് ഏറ്റവും പ്രധാനമായി ഈ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തു വരുന്നത്. ഞങ്ങളുടെ ആദ്യകാലത്തെ കുറച്ച് പേഷ്യൻറ്റുകളിൽ ഒന്നാണ് ഈ ഫൽഗുണൻ. 3 വർഷം മുമ്പാണ് ഈ ടാവർ ഇവിടെ നിന്ന് ചെയ്തു പോയത്. ഇപ്പം നമുക്ക് പരിശോധിക്കാനുള്ളത്, ഈ ടാവർ വളരെ സക്സസ്ഫുൾ ആണോ, കുറേ കാലം ഈ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ സാധാരണ ഓപ്പറേഷൻ ചെയ്ത് വാൾവ് മാറ്റി കഴിഞ്ഞാലുള്ളതിനേക്കാളും വളരെ കംഫർട്ടബിളായി ഈ ടാവർ അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ, വല്ല പ്രോബ്ലം അവർക്ക് ഉണ്ടാവാറുണ്ടോ. ഈ 73 വയസ്സുള്ള ഫൽഗുണൻ ഇത് ചെയ്തിട്ട് 3 വർഷമായി. ഞാൻ മനസ്സിലാക്കിയത്, ഫൽഗുണന് സാധാരണ നടക്കാനോ ജോലി ചെയ്യാനോ എവിടെയെങ്കിലും പോകാനോ ഇപ്പോൾ ഒരു വിഷമവുമില്ല, മുമ്പത്തെ പോലെ ഒരു വിഷമവുമില്ല, വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. പല പേഷ്യൻസും 5 വർഷവും 8 വർഷവും കഴിഞ്ഞ പേഷ്യൻസുകളും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എന്തായാലും ഫൽഗുണൻ്റെ നേരിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പങ്കുവെക്കാം. ഫൽഗുണൻ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞോളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ നടക്കാനും ജോലി ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴും? എനിക്ക് ഇത് ചെയ്തതിന് ശേഷം വളരെ ആശ്വാസമാണ്. മുന്നേ കുറച്ച് നടക്കുന്ന സമയത്ത് കിതപ്പലുണ്ടായിരുന്നു. ഈ വാൾവ് ഡോക്ടർ യൂസഫ് സാറ് മാറ്റി ചെയ്തതിന് ശേഷം പിന്നെ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ 3 കൊല്ലത്തോളം ഞാൻ എൻ്റേതായ പ്രവൃത്തികൾ, എനിക്കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, കിതപ്പില്ല. മറ്റ് അസുഖങ്ങളൊന്നും ഹാർട്ടിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. വളരെയധികം അദ്ദേഹത്തോട് ഞാൻ നന്ദിയും രേഖപ്പെടുത്തുന്നത്. കാരണം ഇതുവരെ ഉണ്ടായ എൻ്റെ ഒരു അസ്വസ്ഥതയ്ക്ക് എല്ലാ പരിഹാരവും അദ്ദേഹം കാണിച്ചു തന്ന് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യാന ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു നല്ലൊരു ഒരു ആത്മവിശ്വാസം വന്ന് ഇത് പ്രാവർത്തികമാക്കാൻ. ഇനിയും ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ് ഞാനും എൻ്റെ ഡോക്ടറും യൂസഫ് ഡോക്ടർ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയും പല രോഗികൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്ത പല രോഗികളുണ്ട്. മനസ്സിലാക്കാത്ത രോഗികൾ വലിയ സർജറി ആണോ, അത് സക്സസ് ആവോ ഇല്ലയോ, പുതിയ ടെക്നോളജി ആണോ? അതെ. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു സംശയങ്ങളുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് ജനങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു വിഷമവുമില്ല. നമ്മൾ കണ്ടും കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ അവയവങ്ങളും മാറ്റിവെക്കുന്നത്. നമ്മൾ നേരിട്ട് നമ്മൾ കാണിച്ചും കൊണ്ടും ബോധം കെടുത്താന്നും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനസ്തീസിയം കൊടുക്കാതെയാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മൾ അറിയുന്നുമില്ല, എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നല്ലൊരു സാധാരണ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നിട്ട് എണീച്ച് പോകുന്നില്ല, അതുപോലെ അവിടെ കിടന്ന് അങ്ങനെ അങ്ങനത്തങ്ങ് എടുത്ത് പോയി 2-3 ദിവസം ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്ത് പിന്നെ ഡിസ്ചാർജായി. ഒരു പ്രശ്നമില്ല. മംഗലാപുരത്തെ ഏറ്റവും വിശ്വസ്തമായ ആശുപത്രി ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, പമ്പുവെൽ, മംഗലാപുരം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0824 2880 880.